അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇറാൻ എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പരിശുദ്ധ റമളാൻ അവർ തെരഞ്ഞെടുത്തു. ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചു. ആ നാട്ടിലുള്ള സ്കൂളുകൾ തച്ചു തകർത്തു. 52ഓളം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നു. ഒരു പരിശുദ്ധ റമളാനിൽ തെരഞ്ഞെടുത്തുകൊണ്ട് അവർ ഈ കൊലപാതകവും യുദ്ധങ്ങളും തുടരുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു വെച്ചത്, ഒരാളെ നീ കൊന്നാൽ കാന്നമ ഖതലന്നാസ ജമിയ, മുഴുവൻ പേരെയും നീ കൊന്നവനെ പോലെയാണ്. ഓർക്കണം, നിങ്ങൾ കൊന്ന് തള്ളിയ പരമോന്നത നേതാവും ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശുദ്ധമായ ഖുർആൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, വലാ തഹ്സബന്നല്ലദീന ഖുത്ലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചവർ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ആയത്തുല്ലാ അലി ഖാംനഈ എന്ന നേതാവ് ജനമനസ്സുകളിൽ ജീവിക്കും, വിശ്വാസമാനസങ്ങൾ എന്നും ഉണ്ടാകും. ജൂതപരിശകൾ നശിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പല സന്ദർഭങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് ദുആ ചെയ്യാനാണ്. പരിശുദ്ധ റമളാനിൽ നീട്ടുന്ന കരങ്ങൾ നാസിലത്തിന്റെ കുനൂത്തായി, പ്രാർത്ഥനകളായി, ദുആകളായി ഇറാൻ ജനതയ്ക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി, പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, നിരാലംബരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. ദുആയാണ് നമ്മുടെ ആയുധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് മുഴുവനും സമാധാനം നൽകുമാറാവട്ടെ. ലോകശാന്തിയും സമാധാനവും അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.